പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണത്. ഒരു വില്ലേജ് 2 പഞ്ചായത്തുകളാക്കി വിഭജിച്ചതാണ് റദ്ദാക്കിയിരിക്കുന്നത്. റവന്യൂ വില്ലേജുകൾ വിഭജിച്ചുകൊണ്ടുള്ള വാർഡ് വിഭജനവും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം പ്രഗത്ഭരുടെ ഒരു പാനൽ തന്നെ ചേരുന്നു. തിരുവനന്തപുരം മേയർ ശ്രീമതി കെ ചന്ദ്രികയുണ്ട്, BJP പ്രതിനിധിയുണ്ട്, അഡ്വക്കേറ്റ് JR പത്മകുമാർ ചേരുന്നു, R അജിത് കുമാർ മംഗളം, A സജീവൻ മാധ്യമപ്രവർത്തകനുണ്ട് നമ്മോടൊപ്പം, അതോടൊപ്പം കോൺഗ്രസിൻ്റെ യുവ നേതാവായ അഡ്വക്കേറ്റ് BRM ഷഫീർ, അതോടൊപ്പം ലോയേഴ്സ് യൂണിയൻ്റെ ഭാരവാഹികളും ശ്രീ പത്മകുമാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചും ഭാസ്കര പിള്ളയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ തിരുവനന്തപുരം മേയർ ശ്രീമതി ചന്ദ്രികയിലേക്ക്. ഈ ഒരു കോടതി ഉത്തരവ് പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ അത് ബാധിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്താണ്? പ്രത്യേകിച്ചും നിയമസഭയിൽ തന്നെ പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ഇതിനെതിരെ കേസുമായി മുന്നോട്ട് നീങ്ങിയതാണ്, കേസിൽ അനുകൂല വിധി സമ്പാദിച്ചതുമാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും ഹൈക്കോടതി എല്ലാ നിയമവശങ്ങളും നോക്കി വളരെ സുപ്രധാനമായ ഒരു വിധിന്യായമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിയമമാണ് നോക്കിയത്. ഭരണഘടനാ വിരുദ്ധമായ എന്ത് തീരുമാനവും റദ്ദാക്കുക എന്നുള്ള കോടതിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അഡ്വക്കേറ്റ് BRM ഷഫീർ, താങ്കൾ ഈ വാർത്തയെ എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ, കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നു. പഞ്ചായത്ത് ആക്ട് അനുസരിച്ച് നിലവിലുള്ള വില്ലേജുകൾ, അത് ഏത് പഞ്ചായത്തിലായാലും മുഴുവനായി നിലനിർത്തണമെന്ന നിയമമാണ് സർക്കാരിനെ കോടതിയിൽ നിന്ന് തിരിച്ചടിയായിരിക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. ഷഫീർ, പ്രതികരണം. ഈ വിധി ഒരു സർക്കാരിനെതിരായിട്ടുള്ളൊരു വിധിയായിട്ട് ഞങ്ങളതിനെ കാണുന്നില്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഈ വിധി സാങ്കേതികമായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഭരണ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതല്ലെങ്കിൽ തന്നെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് അനുകൂലമായി പ്രതികരിക്കുക എന്നുള്ള ഒരു വശത്തിൻ്റെ ഭാഗമായി സർക്കാർ എടുത്ത നയപരമായ ഒരു തീരുമാനമാണ് പിന്നെ ഒരു കോർപ്പറേഷനും 28 മുനിസിപ്പാലിറ്റികളും ഏതാനും പഞ്ചായത്തുകളും രൂപീകരിക്കുക എന്നുള്ളത്. അതിനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട്. താങ്കൾ ഇനിയും അതിനെ ന്യായീകരിക്കുകയാണോ? ഹൈക്കോടതി വരെ അതിനെതിരായി വിധി പ്രഖ്യാപിച്ചില്ല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് എന്നെ പറയാൻ അനുവദിക്കണം. ഈ പഞ്ചായത്ത് രാജ് നിയമത്തിലെ 6 ക്ലോസ് A അനുസരിച്ച് ജനസംഖ്യയുടെ കണക്കെടുത്ത് 20-ൽ കൂടുതൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 20-ൽ കൂടുതൽ വാർഡുകളിൽ അപ്പുറം പോകാൻ പാടില്ല എന്നുള്ള ജനസംഖ്യാപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വാർഡുകൾ വേണമെങ്കിൽ വിഭജിക്കാം. 1994 പഞ്ചായത്ത് രാജ് നിയമത്തിലെ 3ാമത്തെ ചാപ്റ്റർ 4 അല്ലെങ്കിൽ 4 2A and B അത് പ്രകാരം ഏതെങ്കിലും പഞ്ചായത്തുകളുടെ ഭൂപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ, ആ പഞ്ചായത്തിനോട് മറ്റുള്ള ഭൂപ്രകൃതിയെ കൂട്ടിച്ചേർക്കാൻ, വേണമെങ്കിൽ അത് വിഭജിക്കാനുള്ള സർക്കാരിന് അവകാശമുണ്ട് എന്ന് പഞ്ചായത്ത് രാജ് നിയമം പറയുന്നുണ്ട്. ആ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ വിവിധ സംഘടനകളുമായി, രാഷ്ട്രീയ സംഘടനകളുമായി, അല്ലെങ്കിൽ തന്നെ ഗവൺമെൻറ് തലത്തിലുള്ള നിരന്തരമായ ചർച്ചകൾക്ക് ശേഷം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഒരു വില്ലേജിനെ 2-3 പഞ്ചായത്തുകളിലായി വിഭജിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് 900-ൽ പരം പഞ്ചായത്തുകളിൽ ഏകദേശം 200-300-ൽ പരം പഞ്ചായത്തുകളിൽ ഇടപെട്ട് ചോദിച്ചോട്ടെ, അതായത് പഞ്ചായത്തുകൾ വിഭജിച്ച് സർക്കാർ ഉത്തരവ് ഇറക്കിയ ശേഷമാണ് വില്ലേജുകളുടെ വിഭജനം പൂർത്തിയാക്കി നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. വഴിവിട്ടതും അശാസ്ത്രീയവുമായ ഒരുപാട് നടപടിക്രമങ്ങൾ ഇതിലുണ്ടായതിന്റെ ഭാഗമായല്ലേ ഇത്തരം ഒരു നടപടിയിലേക്ക് വരേണ്ടി വന്നത്? ഒരു പക്ഷേ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഇവിടെ വില്ലേജുകളുടെ വിഷയം പറഞ്ഞല്ലോ. 900-ൽ പരം പഞ്ചായത്തുകളിൽ പകുതിയിൽ കൂടുതൽ പഞ്ചായത്തുകളിൽ 1-2 വില്ലേജുകൾ ചേർന്ന ഭൂപ്രദേശമാണ്. ഏതെങ്കിലും ഒരു വില്ലേജ് പരിധിക്കകത്ത് മാത്രം വരുന്ന പഞ്ചായത്തുകൾ എത്രയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടുത്തെ തർക്കം എന്താ? വില്ലേജ് പരിധിയെ സംബന്ധിച്ച് വിഭജനം നടത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പം നിലവിലുള്ള പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ ഒരു പഞ്ചായത്ത് തന്നെ 2-3 വില്ലേജുകളുടെ ഭൂപ്രദേശം ഉൾക്കൊള്ളുന്നതാണ്. അത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. രണ്ടാമത്തെ വിഷയം നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ കോർപ്പറേഷൻ വിഭജിച്ച് മുനിസിപ്പാലിറ്റി ആക്കിയതിനെ സംബന്ധിച്ച് പറഞ്ഞു. ബഹുമാനപ്പെട്ട മേയർ കഴക്കൂട്ടത്ത് പോയത് പറയരുത്. അവിടെ കഴക്കൂട്ടത്തുകാരുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് കോൺഗ്രസ് സർക്കാർ എടുത്തത്. ഇവിടുത്തെ വിഷയം കോടതി അംഗീകരിച്ചില്ല. ഞാൻ പറഞ്ഞത് കോർപ്പറേഷന്റെ അഭിപ്രായം ആരായണം. കോർപ്പറേഷൻ പ്രമേയം പാസാക്കി കോടതി കോർപ്പറേഷൻ അതിനുള്ള സമയം കൊടുത്തല്ലോ. ഇവിടെ ഡീലിമിറ്റേഷൻ കമ്മീഷന് മുമ്പാകെ ബഹുമാനപ്പെട്ട മേയർക്ക് റെക്കോർഡുകൾ സഹിതം ഹാജരായി ഒബ്ജക്ഷൻ കൊടുക്കാൻ സമയമുണ്ടെന്നിരിക്കവേ അവിടെ ഒബ്ജക്ഷൻ ഉന്നയിച്ചോ എന്ന് മേയർ മറുപടി പറയേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഹാജരായി ഒബ്ജക്ഷൻ കൊടുത്തു. തിരുവനന്തപുരം ജില്ലയിൽ വിഭജിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വിഭജിക്കേണ്ട പഞ്ചായത്ത് ഏതാ? പൂവച്ചൽ പഞ്ചായത്താ. വീരടകാവ് പഞ്ചായത്ത് വേണമെന്ന് പറഞ്ഞ് എത്ര കാലമായി അവിടെ ഉള്ള ആളുകൾ എത്ര വാർഡുണ്ടെന്ന് നോക്കണം. 32 വാർഡുണ്ട് ഇവിടെ.
വരുന്ന മുറയ്ക്ക് അതെല്ലാം ഞങ്ങൾ ഷഫീർ, അത് വളരെ നല്ലൊരു മറുപടി കൂടിയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ഒരു വിഷയത്തിൽ പൊതുജന താല്പര്യം, സമൂഹ നന്മ, അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഢ്യം, ഒരു രാഷ്ട്രീയം, ഇതിൽ ഏതെങ്കിലുമൊക്കെ അല്ലേ വേണ്ടത്? ഇതൊന്നും കോടതിയെ മനസ്സിലാക്കി കൊടുക്കാതിരിക്കുന്നതെങ്കിൽ കോടതിയിൽ നിന്ന് നെഗറ്റീവ് വിധി വരുന്നത് ഇതും തോറ്റു കൊടുത്തതാണോ? ഈ കേസും തോറ്റു കൊടുത്തതാണോ? ഇത് കേസ് തോറ്റു കൊടുത്തതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഭരണഘടനാ തലത്തിൽ തന്നെ പഞ്ചായത്ത് രാജ് നിയമത്തിലെ ഏത് പ്രൊവിഷൻ പ്രകാരമാണ് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ വിഭജിച്ച് മുനിസിപ്പാലിറ്റികളായി കൂടാ, മുനിസിപ്പാലിറ്റി വിഭജിച്ച് പഞ്ചായത്ത് ആയിക്കൂടാ എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കും? അങ്ങനെ ഒരു നിയമം തന്നെ അത് ശരിയല്ലെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഷഫീർ ഏത് നിയമം അനുസരിച്ചാണ് മുനിസിപ്പാലിറ്റിയെ കോർപ്പറേഷനെ മുനിസിപ്പാലിറ്റി ആയിട്ട് തരം താഴ്ത്താമെന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ആ വിഷയമാണ് ഞങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചത്. 73-74 ഭരണഘടനാ ഭേദഗതിയുടെ സത്ത എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഇലക്ഷൻ. ഏത് പ്രൊവിഷനിലാ പറയുന്നത് മുനിസിപ്പാലിറ്റികൾ വിഭജിച്ച് പഞ്ചായത്താക്കി കൂടാന്ന്? ഏത് പ്രൊവിഷനിലാ പറയുന്നത്? നിങ്ങൾ മറുപടി പറയണം. അല്ല, ഞാൻ പറയട്ടെ, രണ്ട് ഹൈക്കോടതി സുപ്രീം കോടതി വിധിയുണ്ട്, 2006 വിധിയുണ്ട്, 2002 വിധിയുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് ഷഫീർ, താങ്കളുടെ ന്യായങ്ങൾക്കൊപ്പം തന്നെ കുറച്ചുകൂടി അത് കൃത്യമായി പറയുന്നതാണ് നമ്മുടെ ചർച്ചയ്ക്ക് ഗുണകരമാവുക. അല്ലെങ്കിൽ ജനം തെറ്റിദ്ധരിച്ചു പോകും. പക്ഷേ കോടതി പറഞ്ഞത് ഒരു ഡീ പ്രൊമോഷൻ ഉണ്ടാവാൻ പാടില്ല. അതിനെ സംബന്ധിച്ച് വിവിധ വിധികളുടെ ഒരു ഇന്റർപ്രിട്ടേഷനാണ് കോടതി പറഞ്ഞത്. അല്ലാതെ നിയമത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് കോടതി ഇതുവരെയും പറഞ്ഞില്ല. പക്ഷേ ആ കോടതി പറഞ്ഞ സാങ്കേതികത്വത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. നടപടിക്രമമാണ് ഇതിൽ സാങ്കേതികത്വം എന്ന് പറയുന്നത്, അല്ലേ ഷഫീർ?